2016 മുതൽ ഈ കാലഘട്ടം വരെ 6 തവണയാണ് കേരളത്തിലെ വൈദ്യുതിയുടെ നിരക്ക് പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 26% വർധനവ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ CPM അഴിച്ചുവിടുന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് വീണ്ടും UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനങ്ങൾ അവരെ അധികാരത്തിൽ എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ എന്തായിരുന്നു അവരുടെ ഭരണകാലത്ത് കേരളത്തിൻ്റെ അവസ്ഥ? പ്രധാനമായിട്ടും കൂരാക്കൂരി ഇരുട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഇരുട്ടിലായിരുന്നു കേരളം. ഒരുപാട് ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഈ കാലയളവിൽ 2016 മുതൽ 26 വരെ വലിയ തോതിലൊന്നും പവർ ഷെഡിങ് ഉണ്ടായില്ല എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താണ് ആ കാരണം? നമ്മൾ ഇപ്പോഴും ഒരു പരിധി വരെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിങ്ങിൽ ഷോർട്ടേജുള്ള സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. പകരം നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് NTPC വഴി, NTPC എന്ന് പറഞ്ഞാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, അവർക്കൊത്തിരി ആണവ നിലയങ്ങൾ അല്ലെങ്കിൽ ആയുധ നിലയങ്ങളുണ്ട്, എനർജി നിലയങ്ങളുണ്ട്, ആറ്റോമിക് എനർജി കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്, കൽക്കരി കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്, തെർമൽ പവർ. അപ്പോൾ ഇത്തരം വലിയ വലിയ കമ്പനികളിൽ നിന്നും NTPCയുടെ കമ്പനികളിൽ നിന്നും ഇത് കേരളത്തിലേക്ക് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്തത്. കടകളിൽ നിന്നൊക്കെ സാധനം മേടിക്കുന്നത് തന്നെ കറണ്ട് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. കാലക്രമത്തിൽ ഇതൊരു പ്രാക്ടീസായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ആന്ധ്ര, ബീഹാർ, ഒറീസ, ഉത്തർപ്രദേശ് എന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ കൊണ്ടുവരുമ്പം ഇത് കേരളത്തിനേക്കാൾ കൂടുതൽ ആവശ്യക്കാർ വ്യക്തിപരമായി ഹൈ ടെൻഷൻ കൺസ്യൂമർ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾക്ക് വേണ്ടിയുള്ള ഉപഭോക്താക്കൾ. ഇവർക്ക് കറണ്ട് കൂടുതൽ വേണം. അത് തമിഴ്നാട്ടിലാണ് ഫാക്ടറി കൂടുതൽ, ആന്ധ്രയിൽ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന വഴിക്ക് ഇത് ചോർത്തി വിൽക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഡെവലപ്പ് ചെയ്തു. അതിൽ ഉദ്യോഗസ്ഥന്മാരെ, രാഷ്ട്രീയ നേതാക്കളെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് നടന്ന കച്ചവടമാണ്. അപ്പോൾ കേരളം ഷോർട്ടേജായിട്ട് നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ കൊള്ള നടത്താൻ രാഷ്ട്രീയക്കാർക്ക്, ഉദ്യോഗസ്ഥന്മാർക്കും പറ്റുള്ളൂ. അതായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ വൈദ്യുതി ഷോർട്ടേജിൻ്റെ ഒന്നാമത്തെ കാരണം. ഇങ്ങോട്ടെത്തുന്ന കേരളത്തിലേക്ക് കൊടുത്തു വിടുന്ന വൈദ്യുതി ഒന്നും ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ദേശീയ ഊർജ്ജ പ്രതിസന്ധി എന്നുള്ള കാര്യത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇന്ദിരാഗാന്ധി തീരുമാനിക്കുകയും അതിനുള്ള മുൻകരുതലെടുക്കുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയും റഷ്യൻ ഗവൺമെൻറ്റുമായി, അന്ന് പ്രത്യേകിച്ചും ഗോർബച്ചോവിൻ്റെ കാലത്തിന് മുമ്പുള്ള ഗവൺമെൻറ്റുമായി പോലും ഏറ്റവും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റഷ്യ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അറ്റോമിക് എനർജി പ്ലാന്റ് ഇവിടെ നമുക്ക് സ്ഥാപിക്കാൻ സഹായിക്കാം. അങ്ങനെയാണ് കൂടംകുളം തിരഞ്ഞെടുത്തത്. കൂടംകുളത്തിൻ്റെ അതിൻ്റെ കമ്മീഷൻ 2014 2016 ചെയ്ത ശേഷം, 2017 അതിനുശേഷം മാത്രമാണ് നമ്മളെ എനർജി അത്യാവശ്യം സഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യത്തിനെങ്കിലും എനർജി പ്രൊഡ്യൂസിങ് കൺട്രി ആയത്. മറ്റേത് മഴ പോയാൽ, ഒരു വർഷത്തെ മഴയ്ക്ക് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ ജലസംഭരണികളിലെ ജലം താഴ്ന്നാലാണ് എന്ത് സംഭവിക്കും? പവർ കട്ട് വേണ്ടി മസ്റ്റായിരിക്കും പവർ കട്ട്, അല്ലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അന്ന് അവിടെ അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഈ ആണവോർജ്ജം വൈദ്യുതിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഏറെക്കുറെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, ഓരോസൊക്കെ ഇപ്പോൾ വൈദ്യുതി സഫിഷ്യൻ്റ് ആകുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഈ ആണവോർജ്ജം കൂടംകുളം ആണവോർജ്ജം ഉണ്ടായപ്പോൾ സംഭവിച്ച വേറൊരു കാര്യം, കമ്പ്യൂട്ടറിൻ്റെയും മറ്റു കാര്യങ്ങളിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഈ ആണവോർജ്ജ പ്ലാന്റിനെതിരായി ഏറ്റവും ശക്തമായ സമരങ്ങളുണ്ടായി. ആണവ ബോംബ് ഇപ്പോൾ ഗെയിലിനെതിരായിട്ടുണ്ടായെന്ന് പറയുന്നില്ലേ, നിങ്ങളുടെ വീടുകളിൽ വല്ല ബോംബാ വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. അതുപോലെ തന്നെ കൂടംകുളത്തിനെതിരായി സമരം നടത്തിയ പരിസ്ഥിതി പ്രവർത്തകരുണ്ട്, അതുപോലെ CPMകാരുമുണ്ട്. ഇത് നാടിനെ നശിപ്പിക്കും. പക്ഷേ ഇത് ഇന്ദിരാഗാന്ധിയുടെ ഡിറ്റർമിനേഷൻ കാരണം കൂടംകുളം തുടങ്ങുകയും പിന്നെ അതിനെ ഉമ്മൻചാണ്ടി തുടങ്ങി കുറേശ്ശെ ആക്റ്റീവായിട്ട് വെച്ച സാധനം പിന്നെ പിണറായി വിജയൻ വന്നപ്പോൾ പിന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ കറണ്ട് സഫിഷ്യൻ്റായി കഴിഞ്ഞപ്പോൾ, അത്യാവശ്യമായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പവർ കട്ടില്ലാത്ത പ്രശ്നം വന്നത്. അതിന് പകരം എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൊള്ള, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് മേടിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരാണ്. മറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് സാലറി. അപ്പോൾ ഈ സാലറിയൊക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റേതായ, അതിൽ പോലും കമ്മീഷൻ വ്യവസ്ഥകളുണ്ട്. സാലറി നിശ്ചയിക്കുന്നതിൽ പോലും യൂണിയനുകളും മന്ത്രിമാരുമായിട്ട് ഇടപെട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഇങ്ങനെ പലതും, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ഇവിടെ എത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിന് പകരം കൂടംകുളം ആണവ നിലയം വന്നതോടുകൂടി ഉണ്ടായ മെച്ചം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുക.
നാളെ ദൂഷ്യം ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ചെർണോബിലൊക്കെ പൊട്ടിപ്പുണ്ടായ അപകടം നമുക്കറിയാം, എന്തും സംഭവിക്കാം. എന്നാൽ പോലും ഇപ്പോൾ പവർ കട്ടില്ല എന്ന് അടുത്ത വർഷം മീനി നടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ദിരാഗാന്ധിക്കും ഉമ്മൻചാണ്ടിക്കും കൊടുക്കണം. തുടങ്ങി വെച്ച് ഏറെക്കുറെ ഇവരുടെ തടസ്സങ്ങളില്ലാണ്ട് പണ്ടേ പൂർത്തീകരിച്ചാൽ ഇത്രയും താമസിപ്പിച്ച ഇവർ കാരണം. അതോടുകൂടിയാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനാണെങ്കിൽ പോലും ധൈര്യമായിട്ട് പവർ കട്ടില്ലാത്ത ഇത് നടത്താൻ പറ്റും. അതിന് പകരം കൊള്ള ചെയ്യാനുള്ള മാർഗ്ഗം അവർ ഉപേക്ഷിച്ചില്ല. പീരിയോഡിക്കലായിട്ട് ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കും. ചാർജ് കൂട്ടുന്നതിൻ്റെ അർത്ഥം എന്താ? ചെറിയ ചെറിയ പൈസ ആരും അറിയാം. ഒരു യൂണിറ്റിന് 10 പൈസ കൂട്ടി ആരെങ്കിലും കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ ബസ് ചാർജ് കൂട്ടുന്ന കണ്ടിട്ടില്ലേ? ഡീസൽ മോട്ടോർ സൈക്കിളിന് ഡീസൽ അടിക്കാൻ ചെല്ലുമ്പോൾ ഡീസലിൻ്റെ ചാർജ് കൂട്ടുന്ന കണ്ടില്ലേ? അത് ജനങ്ങൾ അറിയുക, എന്നാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഈ പൈസ മൊത്തം പോവുകയും. അത്തരം ഒരു എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പ്ലാനിങ്, ബഡ്ജറ്റ് പ്ലാനിങ് ആണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കർണാടകത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നമ്മൾ ഈ ഡാമുകളിൽ വേണ്ട രീതിയിൽ മഴയൊന്നും പെയ്യാത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇടുക്കി ഡാമിലൊന്നും വെള്ളം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കർണാടകവും തമിഴ്നാടും ഒക്കെ കേരളത്തിന് ഇലക്ട്രിസിറ്റി തരുന്നതിൽ, വൈദ്യുതി തരുന്നതിൽ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില പിടിവാശികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. ഈ കുറേയധികം സാഹചര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇവിടെ പവർ ഷെഡിങ് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് അതെ, അത് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല പദ്ധതികളും വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾക്കെതിരെ പ്രസംഗിച്ച, മുദ്രാവാക്യങ്ങൾ വിളിച്ച, സമരം ചെയ്ത അതേ ആളുകൾ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പം അവർക്ക് എന്തൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, ആ വീഴ്ചകൾ പരിഹരിക്കുകയായിരുന്നു ഭരണത്തിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ ചെയ്തത്. താങ്കൾ പറഞ്ഞ ആ ഒരു പോയിന്റാണ് ഇടതുപക്ഷത്തിന് ഇവിടെ കാണിക്കുന്ന നേട്ടങ്ങൾ. മുൻകാലങ്ങളിൽ അവർ ചെയ്ത പോരായ്മകളെ തിരുത്തുന്നതായിരുന്നു. അതിൽ ഏറ്റവും വലിയ പോരായ്മകളിലൊന്നാണ് ഇത് വിഴിഞ്ഞം കമ്പ്യൂട്ടർ സിസ്റ്റം തൊട്ട് എത്രയോ കാര്യങ്ങളുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ. അല്ല, എന്നിട്ടാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് UDF അധികാരത്തിലില്ല. 10 വർഷമായിട്ട് UDF അധികാരത്തിലില്ല കേരളത്തിൽ. 10 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ അന്ന് സംഭവിച്ച കാര്യങ്ങളെ ഉയർത്തിയിട്ടാണ് ഇവർ പറയുന്നത്, ഇപ്പം പ്രചരണം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇവരെന്തൊക്കെ തോന്നിവാസങ്ങളും വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ആ രീതി ഇപ്പോൾ കൂടംകുളത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു. കൂടംകുളം പോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ തകരാറുമുണ്ട്. കായംകുളത്ത് തെർമൽ പവറുണ്ട്. പക്ഷേ കായംകുളത്ത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതിൻ്റെ പ്ലാന്റിൻ്റെ ഇൻസ്റ്റലേഷൻ, എസ്റ്റാബ്ലിഷ്മെൻ്റ് എല്ലാം കൂടെ NTPC നേരിട്ട് നടത്തുന്നതാണ്. അവിടെ നമുക്ക് കറണ്ട് മേടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ കൂടുതലാണ്. അതിനേക്കാൾ കുറഞ്ഞാണ് കൂടംകുളത്ത് നിന്ന് കിട്ടുന്നത്. കായംകുളത്തെ NTPCയുടെ പ്ലാന്റ്, കായംകുളത്ത് തെർമൽ പവർ പ്ലാന്റ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ പോകുന്ന വഴി കാണാം. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മുഴുവൻ മേടിക്കാൻ പറ്റില്ല. അവിടെ ഭയങ്കര റേറ്റിനാണ് അവിടെ വരുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന 5 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഒരു യൂണിറ്റിന് 5 രൂപയ്ക്ക് കിട്ടുന്നത് അവർ 7 രൂപ വെച്ച് മേടിക്കും. അപ്പോൾ നമുക്ക് പിന്നെ 5 എന്നുള്ളത് 9 ആക്കേണ്ടി വരും നമ്മുടെ യൂണിറ്റ് ചാർജ് കൺസ്യൂമേഴ്സിനുള്ളത്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു പാഠം, അറിയേണ്ട പാഠം, കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ നേച്ചറിന് വ്യത്യാസമാണ്. പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു ബൾബ്, ഒരു ഫാന്, അല്ലെങ്കിൽ ഒരു 2 ലൈറ്റ്, ഒരു റേഡിയോ, പിന്നീടാണ് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള എല്ലാ വീടുകളിലും ഒരു 90% അല്ലെങ്കിൽ 60% വീടുകളിലെങ്കിലും ഇങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടാവുകയാണ്. കറണ്ടിൻ്റെ കൺസംഷൻ കൂടി, അതനുസരിച്ചുള്ള ഇവിടെ പ്രൊഡക്ഷനൊട്ട് കൂടുന്നില്ല. അപ്പോഴാണ് കൂടംകുളം കൂടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് 24 hours പവർ കട്ടിൻ്റെ സ്റ്റേറ്റായിട്ട് മാറുമായിരുന്നു. ആ കൂടംകുളം സ്ഥാപിക്കാൻ സമ്മതിച്ച, അല്ലെ തീരുമാനിച്ച ഇച്ഛാശക്തി, അതിന് ഇന്ദിരാഗാന്ധിക്ക് നമ്മൾ നന്ദി പറയേണ്ടി വരും. ആ ഇച്ഛാശക്തിയാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പറ്റുന്നത്. ഞങ്ങളുടെ കാലത്ത് പവർ കട്ട് ഇല്ല എന്ന് പറയുന്നതിന് മുമ്പായിട്ട് അവർ ഇന്ദിരാഗാന്ധിയുടെ പടം നോക്കുന്നത് തൊഴണം. അത്രയേ ഉള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പ്രതിപക്ഷം പാടില്ല. കോൺഗ്രസ് വിമുക്ത ഭാരതം, ഭരണപക്ഷം മാത്രം മതി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ചിലർ സ്വീകരിക്കുന്ന ഒരു ലൈനുണ്ട്, ലൈൻ. ആ ലൈൻ തന്നെയാണ് ഇവരെടുത്തിരിക്കുന്നത്. ആ ലൈനാണ് ഇവരെടുത്തിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നതെല്ലാം ശരി, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി, അപ്പോൾ നിങ്ങളത് കേട്ടോണം, ചെയ്തോണം, അനുസരിച്ചോണം. അപ്പോൾ ഇത് കൂടംകുളം അല്ലെങ്കിൽ അതുപോലുള്ള ആണവ നിലയങ്ങളൊക്കെ വരുമ്പോൾ എതിർപ്പ് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം, അതിൻ്റെ യൂട്ടിലിറ്റി അസസ് ചെയ്ത് പഠിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.